ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അർച്ചനയ്ക്കും കുഞ്ഞിനും ഭീഷണിയുമായി ചെങ്കൽ മധു വരുമ്പോൾ അവർക്ക് പകരമായി അനൂപിനെ കൊണ്ടുകൊടുക്കാമെന്ന് വാക്ക് നൽകുകയാണ് സച്ചി. എന്നാൽ ചെങ്കൽ മധു വിളിച്ചിട്ടൊന്നും സച്ചി ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ മധുവിൻ്റെ ആളുകൾ നെല്ലിശ്ശേരി വീട്ടിലെത്തുന്നു. എത്രയും പെട്ടെന്ന് സച്ചിയെ കാണണമെന്നും അനൂപിന് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനും പ്ലാൻ ചെയ്യാനുമുണ്ടെന്ന് മധു പറയുമ്പോൾ ആദ്യം വരില്ലെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും വീണ്ടും മധുവിൻ്റെ ഭീഷണി കാരണം അവരുടെ ഒപ്പം പോകാനായി ഒരുങ്ങുകയാണ് സച്ചി. അങ്ങനെ അർച്ചനയോടും ധനുഷിനോടും യാത്ര പറഞ്ഞുകൊണ്ട് സച്ചി മധുവിനെ കാണാനായി ആ ഗുണ്ടകളുടെ ഒപ്പം പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് സച്ചിയും മധുവും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ജാമ്യം കിട്ടിയാൽ എപ്പോൾ കൊണ്ടുവരും അനൂപിനെ എന്ന് മധു ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും എന്താണെങ്കിലും അനൂപേട്ടനെ നിങ്ങളുടെ മുന്നിലേക്ക് പോലും ഞാൻ കൊണ്ടുവരാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന മധു ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മുറിയിലിരുന്ന് തൻ്റെ വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. വേദന കാരണം അർച്ചന ആതിരയും സ്നേഹയും അനഘയും ഒക്കെ വിളിക്കുമ്പോഴേക്കും അനഘ ശബ്ദം കേട്ടുകൊണ്ട് അകത്തേക്ക് ഓടിച്ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അതേസമയം കുറ്റം ചെയ്തവരെ പോലെ തലകുനിച്ച് പുറത്തു തന്നെ നിൽക്കുന്ന സ്നേഹയാണ് കാണിക്കുന്നത്. സ്നേഹയുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് അവന്തിക തൻ്റെ പദ്ധതി നടപ്പിലാക്കി കാണുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.